എല്ലാവർക്കും നെടുമങ്ങാട് ടാലന്റ് ട്യൂഷൻ സെന്ററിന്റെ ഓൺലൈൻ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE മാത്സ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറച്ച് പോർഷൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും ലാസ്റ്റ് പോർഷൻ ആണ് എക്സസൈസ് 1.4 ആണെന്ന് പറയാനായിട്ട് പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദി ലോഗ് ഡിവിഷൻ state whether the following rational numbers will have a terminating decimal expansion or a non-terminating repeating decimal expansion. അതായത് ഒരിക്കലും ഒരു ലോങ് ഡിവിഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാതെ എന്താണ് തന്നിട്ടുള്ള ഫ്രാക്ഷൻ നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യണം, അത് ടെർമിനേറ്റിംഗ് ആണോ അല്ലെങ്കിൽ എന്താണ് നോൺ റിപ്പീറ്റിംഗ് ടെർമിനേറ്റിംഗ് ആണോ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതാണ് ക്വസ്റ്റ്യൻ. വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദി ലോങ് ഡിവിഷൻ state whether the following rational number will have a terminating decimal expansion or a non-terminating repeating decimal expansion. അല്ലെ എന്താണ് അതെന്താണ് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ അതോ എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണോ എന്ന് എന്ത് ചെയ്യണം, നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, വിത്തൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദി ലോങ് ഡിവിഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്താണ് 13/3125 ആണ്. ഇതിൽ നമ്മുടെ ഡിനോമിനേറ്റർ ഏതാണ് 3125 ആണ്. ഇതിൽ ഞാൻ എന്താണ് ഇതിലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, 3125 എന്ത് ചെയ്യാണ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. സോ അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ് 3125 ഈക്വലന്റ് ആയിട്ട് കിട്ടിയത് എന്താണ് 5/5 ആണ്. 5/5. സോ 13/5/5. സോ നമ്മുടെ ഡിനോമിനേറ്റർ ചേഞ്ച് കൊടുക്കുകയാണ്. ഡിനോമിനേറ്റർ ഈക്വൽ ടു എന്താണ് 2/0 into 5/5 എന്താണ് 2/0 5/5. വാല്യൂവിന് ചേഞ്ചും ഇല്ല. നോക്കി 2/0 ഇനി നമ്പർ 0 ആൻസർ എന്താണ് 1 ആണ് അല്ലെ. 2/0 എന്ന് പറഞ്ഞാൽ ആൻസർ എന്ത് തന്നെയാണ് 1 തന്നെയാണ്. പക്ഷെ എന്തിനാ ഞാൻ അങ്ങനെ എഴുതി നോക്കി 2/0 into 5/5 എന്തിനാ അങ്ങനെ എഴുതി നോക്കാം. ഡിനോമിനേറ്റർ ഇൻ ദി ഫോം എന്താണ്, നമ്മൾ ഡിനോമിനേറ്റർ എന്താണ് 2m into 5n സ്ട്രക്ചറിലാണെങ്കിൽ എന്താണ് ഡിനോമിനേറ്റർ 2m into 5n സ്ട്രക്ചറിലാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാം, അതിന് എന്ത് പറയാം, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ പറയാം. എന്ത് പറയാം, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. എങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്റർ 2m into 5n സ്ട്രക്ചറിലാണെങ്കിൽ. സോ ഇവിടെ 5/5 ഉണ്ടല്ലേ, അപ്പൊ നമുക്ക് എന്താണ് 2 അവിടെ ഇല്ലേ, 5/n എന്ന് പറഞ്ഞ ടൈം അതിനകത്ത് ഉണ്ട്, 5/n എന്ന് പറയുന്ന കണ്ടന്റ് അതിനകത്ത് ഉണ്ട്. ഇനി വേണ്ടത് 2m ആണ് വേണ്ടത്. സോ ഞാൻ അവിടെ എന്ത് കൊടുത്തു 2/0 എന്ന് കൊടുത്തു. 2/0 വാല്യൂ ഇത്ര തന്നെയാണ് 1 തന്നെയാണ്. സോ the denominator in the form 2m into 5n. So the fraction is terminating decimal expansion. Okay. നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം നോക്കിയേ 17/8. അവിടെ ഞാൻ എന്ത് ചെയ്തു 8നെ എന്ത് ചെയ്തു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അല്ലെങ്കിൽ 8നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയത് 2ന്റെ ക്യൂബ് ആണ്. ഓക്കെ, 17/2 ക്യൂബ്. സോ ഡിനോമിനേറ്ററിനെ ചേഞ്ച് കൊടുക്കുകയാണ്. 2 ക്യൂബ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇൻറ്റു എന്ത് കൊടുത്തു, ഒരു 5/0 കൊടുത്തു. നിങ്ങൾക്കറിയാം ഇനി നമ്പർ 0 ആൻസർ എന്താണ് 1 ആണ് അല്ലെ. അപ്പൊ 5/0 എന്ന് പറഞ്ഞാൽ ആൻസർ എത്ര തന്നെയാണ് 1 തന്നെയാണ്. വാല്യൂന് ചേഞ്ച് ഒന്നും ഇല്ല. 2 ക്യൂബ് ഇൻറ്റു 5/0. സോ വിച്ച് ഇസ് ഓഫ് ദി ഫോം 2m into 5n. സോ ദിസ് ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് ടെർമിനേറ്റിംഗ്. ഓക്കെ, നമ്മുടെ എന്താണ് ഡിനോമിനേറ്റർ 2m into 5n സ്ട്രക്ചറിലായത് കാരണം ഇതെന്താണ് നമ്മുടെ ഈ ഫ്രാക്ഷൻ എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. അതായത് എന്താണ് ആ പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ് ലിമിറ്റഡ് വാല്യൂസ് മാത്രമേ കാണുള്ളൂ, കണ്ടിന്യൂ ചെയ്ത് എന്താണ് പോകില്ല. ഓക്കെ, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അത്. Then third question 64/455. ഇവിടെ ഞാൻ എന്ത് ചെയ്തു 455 എന്ത് ചെയ്തു പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു അല്ലെ. അപ്പൊ എനിക്ക് കിട്ടിയ വാല്യൂ 5 into 7 into 30 ആണ്. 5 into 7 into 30. സോ 64/5 into 7 into 30 എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഓക്കെ, ഇതെന്തല്ല ഒരു ടെർമിനേറ്റിംഗ് എന്താണ് ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അല്ല. അതിന്റെ റീസൺ എന്താണ് നോക്കാം. ഞാൻ പറഞ്ഞു നമ്മുടെ ഡിനോമിനേറ്റർ എന്താണ് 2m into 5n സ്ട്രക്ചറിലായാൽ മാത്രമേ അതെന്താവുള്ളൂ ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആവുള്ളൂ അല്ലെ. പക്ഷെ ഇവിടെ എന്തല്ല, ഇവിടെ 5 ഉണ്ട്. ഓക്കെ, 5 ഉണ്ട്. ഞാൻ വേണമെങ്കിൽ എന്താണ് 2/0 എന്ന് വേണമെങ്കിൽ എനിക്ക് എഴുതാം, കുഴപ്പമില്ല. ഇവിടെ 5 ഉം 2 കൂടെ ചേരുമ്പോൾ എന്തായി 2m into 5n മോഡൽ വന്നു. പക്ഷേ അതുകൂടാതെ എക്സ്ട്രാ ഇവിടെ ആരും കൂടെ ഉണ്ട്, ഒരു 7ഉം 13ഉം കൂടെ ഉണ്ട്. അങ്ങനെ വരാനായിട്ട് പാടില്ല. നമുക്ക് താഴെ ആര് മാത്രമേ വരാൻ പാടുള്ളൂ 2ഉം 5ഉം. അതിന്റെ പവേഴ്സ് മാത്രമേ എന്താണ് ഉണ്ടാകാൻ പാടുള്ളൂ.
അതല്ലാതെ വേറെ നമ്പർ ഉണ്ടെങ്കിൽ എന്താണ് അതെന്തല്ല 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n സ്ട്രക്ചർ അല്ല. നിങ്ങൾക്ക് ഇവിടെ 5 ഉണ്ട്, അതുപോലെ 2 ഉണ്ട്, പക്ഷേ അത് കൂടാതെ 7 13 കൂടെ ഉണ്ട് അല്ലേ. സോ അത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. എന്താണ്, ഒന്ന് പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ് ഒരിക്കലും എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്യില്ല, കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നത് എങ്ങനെയായിരിക്കും, ഒരേ സെയിം പാറ്റേൺ വെച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ വാല്യൂ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിന്റെ വാല്യൂ ആണെങ്കിൽ 15.151515 ഇങ്ങനെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതിനെ നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ഇതിനെ നമുക്ക് എന്ത് പറയാം, ഇതെന്താണ് നോൺ ടെർമിനേറ്റിംഗ് അല്ലെ, ഒരു അവസാനമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ആര് റിപ്പീറ്റ് ചെയ്യുന്നു, 151515 എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. സോ അപ്പൊ ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് പറയുന്നത്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. പക്ഷെ എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് 6.75 എന്താണ് 6.75 ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ് അല്ലെ. പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ് 2 വാല്യൂ ഉള്ളൂ, ഏതൊക്കെയാണ് 7 ഉം 5 ഉം. ഓക്കെ, സോ ഇതിന് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. നമ്മുടെ അതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് 15/1600. ഓക്കെ, അതില് 15/1600 എന്ത് ചെയ്യാണ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുകയാണ്. നമ്മൾ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസ് കണ്ടുപിടിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അത് കാണാത്തവർ ആ വീഡിയോ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും കൂടെ എന്ത് ചെയ്യുക, കാണുക. സോ നമുക്ക് എന്താണ് 1600 എങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താണ് 2 റൈസ് ടു 6 ഇൻറ്റു 5 സ്ക്വയർ. എന്താണ് 2 റൈസ് ടു 6 ഇൻറ്റു എന്താണ് 5 സ്ക്വയർ. ഓക്കെ, 15/2 റൈസ് ടു 6 ഇൻറ്റു 5 സ്ക്വയർ. സോ എന്താണ് ഇവിടെ ഡിനോമിനേറ്റർ എന്താണ് 2 റൈസ് ടു 6 ഇൻറ്റു 5 സ്ക്വയർ ആണ്, which is of the form 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n. ഓക്കെ, 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n സ്ട്രക്ചറിലാണ് അല്ലേ, 2 റൈസ് ടു 6 ഇൻറ്റു 5 സ്ക്വയർ അല്ലേ. സോ 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n സ്ട്രക്ചർ വന്ന കാരണം ഏത് ഡിനോമിനേറ്റർ അല്ലേ, ഡിനോമിനേറ്റർ 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n സ്ട്രക്ചർ വന്നത് കാരണം ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്, ടെർമിനേറ്റിംഗ് ആണ്. ഓക്കെ, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം ഫിഫ്ത്ത് പ്രോബ്ലം ആണ് 29/343. സോ 343 എന്ത് ചെയ്യാണ്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 7 ക്യൂബ് ആണ്. ഇതാണ് 7 ക്യൂബ്. അപ്പൊ 29/7 ക്യൂബ്. സോ ഇതെന്താണ്, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണ്. കാരണം റീസൺ എന്താണ്, നമ്മുടെ ഡിനോമിനേറ്റർ 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n മോഡൽ ആയിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയാണോ, അല്ല, ഇവിടെ 7 ക്യൂബ് ആണ് അല്ലേ. നമ്മുടെ എന്താണ് ഡിനോമിനേറ്റർ 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n മോഡൽ അല്ല. സോ അത് കാരണം എന്താണ്, ഇത് നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. സോ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം 23/2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് 2 ക്യൂബ് ഇൻറ്റു എന്താണ് 5 സ്ക്വയർ. സോ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ എന്ത് ഫോം ആണ്, ഡിനോമിനേറ്റർ 2 ക്യൂബ് ഇൻറ്റു 5 സ്ക്വയർ ആണ്. അത് 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n മോഡലാണ് അല്ലേ. 2 ന്റെ ക്യൂബ് ഇൻറ്റു എന്താണ് 5 ന്റെ സ്ക്വയർ. സോ ഈ ഫ്രാക്ഷൻ എന്താണ്, ഒരു എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. എന്താണ്, ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എന്താണ്, നമുക്ക് ഡയറക്റ്റ് ഡിനോമിനേറ്ററിൽ എന്താണ് ഒരു പ്രൈം ഫാക്ടറൈസേഷൻ അവരെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട്. സോ ഇവിടെയും 2 സ്ക്വയറും 5 റൈസ് ടു 7 ആണെങ്കിൽ നോ പ്രോബ്ലം ആയിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ ആരുടെ ഉണ്ട്, ഒരു 7 റൈസ് ടു 5 കൂടെ ഉണ്ട് അല്ലേ. നമ്മുടെ ഡിനോമിനേറ്റർ ഒരിക്കലും 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n എന്നുള്ള സ്ട്രക്ചറിലല്ല, പകരം ആരുടെ ഉണ്ട് 7 റൈസ് ടു 5 കൂടെ ഉണ്ട് അല്ലേ. സോ അത് കാരണം നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, ഡിനോമിനേറ്റർ 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n സ്ട്രക്ചറിലാണെന്ന് പറയാൻ പറ്റില്ല. സോ അത് പറയാൻ പറ്റാത്തത് കാരണം ഈ ഫ്രാക്ഷൻ എന്താണ്, ഒരു നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. നെക്സ്റ്റ് പ്രോബ്ലം 6/15. നമുക്ക് നമ്മൾ സാധാരണ 15 എന്ത് ചെയ്തു, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അപ്പൊ കിട്ടിയ വാല്യൂ എന്താണ് 3 ഇൻറ്റു 5 ആണ് അല്ലെ. 6/3 ഇൻറ്റു 5. സോ നമ്മൾ നോക്കുമ്പോൾ 3/3 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 റൈസ് ടു m ഇൻറ്റു 5 റൈസ് ടു n സ്ട്രക്ചറിലല്ല അല്ലെ, 3 ഇൻറ്റു 5. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ താഴത്തെ എന്താണ് ഏതെങ്കിലും നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും മുകളിലത്തെ ന്യൂമറേറ്ററുമായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നമുക്ക് ഇവിടെ ഞാൻ 6നെ ഇവിടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. എങ്ങനെ എക്സ്പാൻഡ് ചെയ്തു, 2 ഇൻറ്റു 3 എന്ന് എഴുതി. 6നെ എഴുതി 2 ഇൻറ്റു 3 എന്ന് എഴുതി. മുകളിൽ താഴെ 3യും താഴത്തെ 3യും കൂടെ ക്യാൻസൽ ആയി പോയി. ബാക്കി കിട്ടിയ വാല്യൂ 2/5 ആണ്. സോ ഇവിടെ ഇപ്പൊ ഡിനോമിനേറ്റർ എത്രയാണ്, ഡിനോമിനേറ്റർ ഇപ്പൊ 5 ആണ്. ഏതാണ് ഡിനോമിനേറ്റർ, ഏതാണ് 5 ആണ്. സോ 5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5 റൈസ് ടു 1 ഇൻറ്റു
ഇവിടെ ഫ്രണ്ടിൽ ഒരു 2 എന്ന് കൂടെ ഇട്ട് കൊടുത്താൽ എന്താണ് ഒരു തെറ്റുമില്ല. 2 വാല്യൂ 1 ആണ്. സോ 1 into 5 എന്ത് തന്നെയാണ് 5 തന്നെയാണ് അല്ലേ. സോ അപ്പൊ ഇപ്പൊ എന്തായി നമ്മുടെ ഡിനോമിനേറ്റർ എന്ത് മോഡലിലായി 2m into 5n സ്ട്രക്ചറിലായി. സോ അത് കാരണം നമുക്ക് ഇവിടെ എന്ത് പറയാം 6/15 എന്ത് പറയാം ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റെപ്പ് വരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് തോന്നുന്ന കാര്യം എന്താണ്, ഇതെന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അല്ല, എന്താണ് ഒരു നോൺ ടെർമിനേറ്റിംഗ് ഡെസിമൽ റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് എന്താണ് ഡിനോമിനേറ്റർ ഉള്ള ഈ ഒരു 3യും ഈ ഒരു 6 കൂടെ ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത് 2/5. സോ 2/5 ആണെങ്കിൽ ഇപ്പൊ ഡിനോമിനേറ്റർ എന്താണ് 5 ആണ്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, അതിനൊരു ചേഞ്ച് കൊടുക്കാം. 2 into 5 എന്ന് എഴുതിയാൽ എന്താണ് എന്ത് മോഡലായത് 2m into 5n മോഡലായി അല്ലേ. സോ അപ്പോഴും നമുക്ക് അതിന് എങ്ങനെ എഴുതാം 6/15 എങ്ങനെ പറയാം ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. നെക്സ്റ്റ് 9th പ്രോബ്ലം നോക്കി 35/50. 35 എന്താണ് 2 into 5 നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ നോക്കി 2 into 5 കിട്ടി കഴിഞ്ഞു 2 into 5 അല്ലേ. സോ ഇവിടുത്തെ നമ്മളെ ഡിനോമിനേറ്റർ എന്ത് മോഡലാണ് 2m into 5n മോഡലാണ് അല്ലേ. സോ അത് കാരണം എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കി 77/210. സോ 77/210 ഞാൻ എന്ത് ചെയ്തു അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. എന്താണ് 2 into 3 into 5 into 7 എന്ന് കിട്ടി. സോ വീണ്ടും നമുക്ക് ഡൗട്ട് ഉണ്ടല്ലേ നമ്മുടെ ഡീൽ എന്താണ് ന്യൂമറേറ്റർ എന്താണ് ചിലപ്പോൾ ഏതെങ്കിലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിനോമിനേറ്റർ ചിലപ്പോൾ 2m into 5n മോഡൽ വന്നാലോ അല്ലേ. അപ്പൊ അത് കാരണം ഞാൻ എന്ത് ചെയ്തു വീണ്ടും ന്യൂമറേറ്റർ എന്നും കൂടെ എന്ത് ചെയ്തു എക്സ്പാൻഡ് ചെയ്തു. 77 എങ്ങനെ എഴുതി 7 into 11 എന്ന് എഴുതി. ഇവിടുത്തെ മുകളിലത്തെ ഒരു 7ഉം താഴത്തെ ഒരു 7 കൂടെ ക്യാൻസൽ ചെയ്തു. ബാക്കി കിട്ടിയ വാല്യൂ 11/2 into 3 into 5. ഇനി 11 നമുക്ക് താഴെയുള്ള ഒരു നമ്പറുമായിട്ട് ക്യാൻസൽ ചെയ്യാൻ, കാരണം 11 മുകളിലുള്ള 11 എന്താണ് ഒരു പ്രൈം നമ്പർ ആണ്. സോ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇനി ബാക്കി നോക്കുമ്പോൾ എന്താണ് 2ഉം 5ഉം മാത്രമായിരുന്നെങ്കിൽ ഓക്കെ. പക്ഷെ ഇതിനിടയ്ക്ക് ആരുടെ ഉണ്ട് ഒരു 3 കൂടെ ഉണ്ട് അല്ലേ. അതായത് 2m into 5n സ്ട്രക്ചർ അല്ല. കാരണം എന്താണ് ഒരു 3 കൂടെ എന്താണ് അഡീഷണൽ ആയിട്ടുണ്ട് അല്ലെ. ഡിനോമിനേറ്റർ ഒരു 3 കൂടെ ഉണ്ട്. സോ അത് കാരണം ഡിനോമിനേറ്റർ എന്ത് മോഡലല്ല 2m into 5n സ്ട്രക്ചറിലല്ല. സോ അങ്ങനെ ഡിനോമിനേറ്റർ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം write down the decimal expansion of those rational numbers in question number 1 above which have terminating decimal expansion. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 1-ലെ അതായത് അതിൽ എന്താണ് ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻസ് നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ അതിലെന്താണ് 13/3125 അതെന്തായിരുന്നു ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. സോ അതിനെ നമുക്ക് അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെ കണ്ടുപിടിക്കാം നോക്കുകയാണ്. നമുക്ക് 13/3125 that is equal to 13/5/5 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചതാണ് അല്ലേ 13/5/5. സോ ഇതിന്റെ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നോക്കി ഇവിടെ താഴെ എത്ര 5 ഉണ്ട് 5 ഉണ്ട് അല്ലേ 5 5 ഉണ്ട്. സോ അതിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ആരുടെ വേണം ഒരു 2/5 കൂടെ വേണം. ആരുടെ വേണം 2/5 കൂടെ എന്താണ് അതിന് ഇക്വലന്റ് ആയിട്ട് വേണം. 5/5 into 2/5. നോക്കി ഞാൻ ഇതിലെ ഒരു 5ഉം ഇതിലെ ഒരു 2 എടുക്കുകയാണ്. ഒരു 5ഉം ഒരു 2ഉം കൂടെ നമുക്ക് ഇന്ത്യ ആൻസർ എത്ര കിട്ടും 10 കിട്ടും. ഓക്കെ, ഒരു 2 5ഉം ഒരു 2 2 എടുക്കുകയാണ്. 5 into 2 എത്രയാണ് 10. 5 into 10 10 into 10 എത്രയാണ് 100. ഒരു 3 5 എടുക്കുകയാണ് 3 5 എടുക്കുകയാണ്. 3 2 കൂടെ സെലക്ട് ചെയ്യാണ്. 2 into 2 into 2. 5 into 2 എത്രയാണ് 10. ഇവിടെയും 5 into 2 എത്രയാണ് 10. 5 into 2 എത്രയാണ് 10. 10 into 10 into 10 ആൻസർ എത്രയാണ് 1000. ഇവിടെ എങ്ങനെയാണ് 5/5 ഈക്വലന്റ് ആയിട്ട് എന്തുകൂടെ കൊടുക്കുകയാണ് ഒരു 2/5 കൂടെ താഴെ ഇൻറ്റു ചെയ്യണം. എന്തിനാണ് ഇവിടെ നോക്കി ഇൻറ്റു ചെയ്തപ്പോൾ എന്താണ് 1 കഴിഞ്ഞ ഒരു 5 zeros കൂടെ വരും. 1 2 3 4 5 ഒരു 5 zeros കൂടെ എന്ത് ചെയ്യും വരും 1 കഴിഞ്ഞ് അത് 1 lakh അല്ലേ. അപ്പൊ താഴെ അതായത് ഡിനോമിനേറ്ററിൽ 2/5 കൊണ്ട് ഇൻറ്റു ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യണം 2/5 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പൊ 13 into 2/5 ആൻസർ എത്രയാണ് 416 ആണ്. 416/5/5 into 2/5 ആൻസർ എന്താണ് 1 lakh ആണ്. സോ
416 by 1 lakh equal to താഴെ എത്ര സീറോസ് ഉണ്ട്? 5 സീറോസ് ഉണ്ട്. സോ 416 അതുപോലെ എഴുതുക. എത്ര പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക? റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് 5 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. കാരണം താഴെ എത്ര സീറോസ് ഉണ്ട്? 5 സീറോസ് വാല്യൂസ് ഉണ്ട് അല്ലേ. സോ എന്താണ് 416 അങ്ങനെ എഴുതിയതിനു ശേഷം റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് 5 പ്ലേസ് മാറ്റി പോയിന്റ് ഇടുക. ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ്, തേർഡ് പ്ലേസ്, 2 പ്ലേസ് ഇല്ല, നമ്മൾ എന്ത് കൊടുത്തു? 2 സീറോ കൊടുത്തു. 0. ഓക്കെ, സോ പോയിന്റ് 00416. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തില് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ടെർമിനേറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. 17/8, 17 എന്താണ്? 2 ക്യൂബ്. എന്താണ് 2 ക്യൂബ്? അപ്പൊ 2 ക്യൂബിന് ഈക്വലന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ആരുടെ വേണം? അതിന്റെ കൂടെ 2 റൈസ് ടു m 5 റൈസ് ടു n ആണ്. അപ്പൊ നമുക്ക് എന്ത് അതിന്റെ കൂടെ താഴെ ആര് കൂടെ വേണം? ഒരു 5 ക്യൂബ് കൂടെ വേണം. എന്ത് വേണം? ഒരു 5 ക്യൂബ്. സോ ഡിനോമിനേറ്ററിൽ ഒരു 5 ക്യൂബ് കൊണ്ട് ഞാൻ ഇൻറ്റു ചെയ്തു. അങ്ങനെ ഡിനോമിനേറ്ററിൽ എന്ത് ചേഞ്ച് ചെയ്താലും ആ ചേഞ്ച് എവിടെയും കൊടുക്കണം? ന്യൂമറേറ്ററിലും കൊടുക്കണം അല്ലേ. അപ്പൊ 17 into 5 cube by 2 cube into എന്താണ്? 5 cube. സോ 2 cube into 5 cube ആൻസർ എത്രയാണ്? 1000 ആണ്. ഓക്കെ, 17 into 5 cube ആൻസർ 2125. സോ ഇതിനെ ഇതുകൊണ്ട് എങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? സോ എന്താണ് ന്യൂമറേറ്ററിലുള്ള വാല്യൂ അതുപോലെ എഴുതുക. താഴെ 1000 ആണ്. എത്ര സീറോസ് വാല്യൂ ഉണ്ട്? 3 സീറോസ് ഉണ്ട് അല്ലേ. സോ റൈറ്റ് ലെഫ്റ്റിലോട്ട് എത്ര പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക? 3 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. സോ 1 2 3 തേർഡ് പ്ലേസ് കഴിഞ്ഞത് ഇവിടെ 2.125 ആണ് ഇതിന്റെ ആൻസർ. ദെൻ തേർഡ് പ്രോബ്ലം നോക്കി. തേർഡ് പ്രോബ്ലം അല്ല, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തില് ആ സെക്ഷനില് ഫോർത്ത് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു അല്ലേ. സോ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. 15/1600. അതിന്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ്? 15/1600 പ്രൈം ഫാക്ടറൈസേഷൻ 2/6 into 5². നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ 2/6 ഉണ്ട്, പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ? 5² ഉള്ളൂ. ഇവിടെ 2/6 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് തന്നെ വരണം? ഒരു 5/6 തന്നെ വരണം. പക്ഷെ ഇവിടെ എത്രയേ ഉള്ളൂ? 5² ഉള്ളൂ. അതായത് എത്ര 5ന്റെ കുറവുണ്ട്? ഒരു 4 5 കൂടെ എന്താണ് അഡീഷണൽ ആയിട്ട് വേണം അല്ലേ. സോ ഇവിടെ 2/6 ഉള്ള സ്ഥിതിക്ക് ഇവിടെ എന്താണ് 5/6 വരണം. പക്ഷെ ഇവിടെ എന്തേ ഉള്ളൂ? ഇപ്പോ 5² ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്യണം? ഒരു 5/4 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ എന്ത് ചേഞ്ച് വരുത്തിയാലും ആ ചേഞ്ച് നമ്മൾ എവിടെ കൊടുക്കണം? ന്യൂമറേറ്ററിൽ ആ ചേഞ്ച് കൊടുക്കണം. So 15 into 5/4 by 2/6 into 5² ഓൾറെഡി ഉള്ളതാണ്. ഇൻറ്റു എന്താണ്? 5/4. 5² into 5/4 ആൻസർ എന്താണ്? 5/6 അല്ലേ. സോ 15 into 5/4 അതുപോലെ എഴുതി ബൈ 2/6 into 5² into 5/4 എന്താണ് ആൻസർ? 5/6 ആണ്. ഓക്കെ, ദെൻ എന്താണ്? നമുക്ക് ഇതിന്റെ മുകളിലത്തെ എന്താണ്? ന്യൂമറേറ്ററിന്റെ വാല്യൂ എന്താണ്? 9375 എന്ന് കിട്ടി. താഴെ 2/6 into 5/6 ആൻസർ എന്താണ്? 10 lakh ആണ്. സോ 10 lakh എത്ര സീറോസ് ഉണ്ട്? 6 സീറോസ് ഉണ്ട്. മുകളിലത്തെ വാല്യൂ അതുപോലെ എഴുതുക അല്ലെ. 9375 അതുപോലെ എഴുതി റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എത്ര പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക? 6 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. 1 2 3 4 5 6 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുത്തു. 0.009375. അതുപോലെ നേരത്തെ പ്രോബ്ലത്തിൽ എന്താണ്? സിക്സ്ത് ക്വസ്റ്റ്യൻ 23/2³ into 5² ആയിരുന്നു അല്ലേ. അത് നമുക്കറിയാം 2 ക്യൂബ് ആണ്. 2 ക്യൂബ് എന്താണ്? 2 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അതുപോലെ 5² എത്ര 5 ഉള്ളൂ? 2 5 ഉള്ളൂ. നമുക്ക് അഡീഷണൽ ആയിട്ട് എത്ര 5 കൂടെ വേണം? ഒരു 5 കൂടെ വേണം. സോ നമ്മൾ മുകളിലും അതായത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഒരു 5 കൊണ്ട് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ 23 into 5/2³ into 5² ഓൾറെഡി ഉള്ളതാണ്. ഒരു എക്സ്ട്രാ 5 കൂടെ എന്ത് ചെയ്തു? ഇൻറ്റു ചെയ്തു. സോ ബാക്കിയുള്ള പ്രോബ്ലം എന്തായി? 23 into 5/2³ അങ്ങനെ തന്നെ ഉണ്ട്. 5² into 5 ആൻസർ എന്താണ്? 5 ക്യൂബ് അല്ലേ. സോ 23 into 5/2³ into 5 ക്യൂബ്. 23 into 5 ആൻസർ എത്രയാണ്? 115 ആണ്. ബൈ എന്താണ്? 2 ക്യൂബ് into 5 ക്യൂബ് ആൻസർ എത്രയാണ്? 1000. സോ മുകളിലത്തെ വാല്യൂ ഇതുപോലെ എഴുതുക. താഴെ 1000ൽ എത്ര സീറോസ് ഉണ്ട്? 3 സീറോസ് ഉണ്ട് അല്ലേ. സോ റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് എത്ര പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക? 3 പ്ലേസ് മാറ്റി പോയിന്റ് കൊടുക്കുക. 1 2 3 തേർഡ് പ്ലേസ് മാറി അവിടെ പോയിന്റ് കൊടുത്തു. 0.115. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിലെ 8th പ്രോബ്ലം എന്തായിരുന്നു? ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു. 6/15. 6/15 നമ്മൾ ക്യാൻസൽ ചെയ്ത് നേരത്തെ 2/5 എന്ന് എഴുതിയതാണ്. സോ ഇവിടെ 5ന്റെ കൂടെ നമ്മൾ എത്ര കൂടെ ഇൻറ്റു ചെയ്യണം? ഒരു 2 അല്ലേ. എത്ര 5 ഉണ്ട്? ഇവിടെ ഒരു 5 ഉണ്ട്. സോ നമ്മൾ എത്ര 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം? ഒരു 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പൊ ഡിനോമിനേറ്ററിൽ എന്ത് ചെയ്താലും ന്യൂമറേറ്ററിൽ നമ്മൾ ആ ചേഞ്ച് കൊടുക്കണം. സോ താഴെ 2 കൊണ്ട് ഇൻറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? മുകളിലും ആ 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം.
സോ 2 into 2 എത്രയാണ് 4, 5 into 2 10, 4 by 10 ആൻസർ എത്രയാണ് 0.4. നമ്മൾ നേരത്തെ 9th പ്രോബ്ലം എന്തായിരുന്നു, ഒരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരുന്നു 35/50. നമ്മൾ അതിനെ എന്ത് ചെയ്തു 7 by 2 into 5 എന്ന് നമ്മൾ നേരത്തെ എഴുതിയതാണ്. സോ എന്താണ് ഡയറക്റ്റ് നമ്മൾ ഇവിടെ വേറെ ഒന്നും ഇൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പ്രോബ്ലം ആണ്. 2 into 5 എത്രയാണ് 10 ആണ് അല്ലേ, 7 by 10 എത്രയാണ് ആൻസർ 0.7. Okay, next problem. The following real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p by q, what can you say about the prime factor of q? In the question, the following real numbers have decimal expansions as given below. കുറച്ച് decimal expansions നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. 3 പ്രോബ്ലം ഉണ്ട് കേട്ടോ ഇതിൽ സബ് ആയിട്ട്. അതിൽ ഫസ്റ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ. In each case, decide whether they are rational or not. എന്താണ് ഓരോ കേസും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എന്താണ് അത് റാഷണൽ ആണോ അതോ എന്താണ് ഇറാഷണൽ ആണോ ചെക്ക് ചെയ്ത് നോക്കണം. If they are rational, എന്താണ് റാഷണൽ ആണെങ്കിൽ എന്താണ് and of the form p by q, എന്താണ് എന്ത് ഫോമിലായിരിക്കും, ഒരു p by q ഫോമിലായിരിക്കും. What can you say about the prime factor of q? എന്താണ് അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്താണ് പ്രൈം ഫാക്ടർ, ഏതിന്റെ പ്രൈം ഫാക്ടർ q. നമുക്കറിയാം q എന്ന് പറയുമ്പോൾ p by q എന്ന് പറയുമ്പോൾ q എന്താണ് ഒരു ഡിനോമിനേറ്റർ ആണ്. സോ ഡിനോമിനേറ്ററിന്റെ എന്താണ് പ്രൈം ഫാക്ടേഴ്സ് എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 43.123456789 ആണ്. സോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അല്ലെ, ഇനി അങ്ങനെ കഴിഞ്ഞ് പോകുന്നില്ല, അല്ലെങ്കിൽ ഡോട്ട് എന്നിട്ട് കാണിക്കുന്നില്ല, ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണല്ലേ. 43.123456789 9 എന്ത് ചെയ്യാണ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. സോ അത് കാരണം നമ്മുടെ എന്താണ് ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ അല്ലെ, ടെർമിനേറ്റിംഗ് അവസാനിക്കുന്നതാണ് അല്ലെ, കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല. സോ ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. സോ അങ്ങനെ ആയത് കാരണം അതൊരു എന്താണ് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയത് കാരണം എന്താണ് ഇത് എന്ത് നമ്പർ ആണ്, ഒരു റാഷണൽ നമ്പർ ആണ്. ഗിവൺ നമ്പർ ഈസ് റാഷണൽ. എന്തുകൊണ്ട് റാഷണൽ ആയി, ഇതൊരു ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയത് കാരണമാണ് എന്ത് നമ്പർ ആയത്, ഒരു റാഷണൽ നമ്പർ ആയത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് റാഷണൽ നമ്പർ ആണെങ്കിൽ ഇതിന്റെ എന്താണ് പ്രൈം ഫാക്ടർ ഓഫ് ഹിസ് ഡിനോമിനേറ്റർ, അതിന്റെ ഡിനോമിനേറ്റർ എന്ത് ഫോമിലായിരിക്കും, ഉറപ്പായിട്ടും 2m into 5n മോഡലായിരിക്കും. നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം 0.1201200120000120000 അങ്ങനെ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു എൻഡ് പോയിന്റ് ഇല്ല, കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു എൻഡ് പോയിന്റ് ഇല്ല. സോ നമ്മുടെ ഈ ഒരു ഡെസിമൽ എക്സ്പാൻഷൻ എന്തല്ല, ഒരു സ്റ്റോപ്പിംഗ് പോയിന്റ് ഇല്ല. സോ അത് കാരണം ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് എന്താണ് നോൺ ടെർമിനേറ്റിംഗ് ആണ്, ഒരു ടെർമിനേറ്റിംഗ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ല അല്ലെ, എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ നമ്പറിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൽ ഏതെങ്കിലും നമ്പർ ഒരു കണ്ടിന്യൂസ് പാറ്റേൺ അല്ലെങ്കിൽ കണ്ടിന്യൂസ് പാറ്റേൺ അല്ല, എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ. ഇവിടെ എന്താണ് 1 2 ഉണ്ട്, 1 2 0 ആണ്, 1 2 0 120. അപ്പൊ നമുക്ക് നോക്കിയായിരിക്കാം 120 ആണോ റിപ്പീറ്റ് ചെയ്യുന്ന നോക്കാം. നോക്കി 120 ഉണ്ട്, പക്ഷെ വീണ്ടും അഡീഷണൽ എന്തൂടെ വരുന്നു, ഒരു 0 വരുന്നു അല്ലേ. ഇവിടെ വീണ്ടും നോക്കി 120 മാത്രമല്ല, പിന്നെ വീണ്ടും 2 0 അഡീഷണൽ വരുന്നു. അതായത് എന്താണ് 1 2 കഴിഞ്ഞ് ഇവിടെ ഒരു 0, 1 2 കഴിഞ്ഞ് 2 0, 1 2 കഴിഞ്ഞ് എന്താണ് 3 0, 1 2 കഴിഞ്ഞ് 4 0. അങ്ങനെ ഒരു പാറ്റേണിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു നമ്പറും എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് 12 ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ 12 റിപ്പീറ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കറക്റ്റ് ഒരു അറേഞ്ച്മെന്റിലല്ല 12 റിപ്പീറ്റ് ചെയ്യുന്നത്. എന്താണ് 12 0 വന്നു കഴിഞ്ഞാൽ അടുത്ത വീണ്ടും 12 2 0 ആണ് അല്ലെ. അത് കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ എന്താണ് 3 zeros ആണ്, അതിൽ 12 കഴിഞ്ഞ് 4 zeros ആണ്. സോ ഇത് കാരണം എന്താണ് നമുക്ക് എന്ത് പറയാം, ഡെസിമൽ എക്സ്പാൻഷൻ ഈസ് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. എന്താണ് ടെർമിനേറ്റ് ചെയ്യുന്നുമില്ല, എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നുമില്ല. സോ അത് കാരണം എന്താണ് ഈ നമ്മുടെ ഈ നമ്പർ എന്തല്ല, ഒരു റാഷണൽ നമ്പർ അല്ല. സോ therefore given number is not rational. Okay, next problem 43.123456789 bar. അതായത് 43 പോയിന്റ് കഴിഞ്ഞിട്ട് എന്താണ് 1 2 3 4 5 6 7 8 9 എന്ന് പറയുന്ന എന്താണ് അത്രയും നമ്പേഴ്സ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു പാറ്റേൺ ഇത് കഴിഞ്ഞ് 9 കഴിഞ്ഞ് വീണ്ടും വരുന്നതാണ് 1 2 3 4 5 6 7 8 9. വീണ്ടും അത് കഴിഞ്ഞ് എന്താണ് ഇതേ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു. ഇൻഫിനിറ്റി ആണ്, നമുക്ക് എന്താണ് ഒരു സ്റ്റോപ്പ് എൻഡ് പോയിന്റ് ഇല്ല, എന്താണ് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ നമുക്ക് എന്ത് പറയാം, ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ, എന്താണ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് അല്ലെ. എന്താണ് ഇത് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ അതല്ല, എന്താണ് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അല്ലെ, എന്താണ് നോൺ ടെർമിനേറ്റിംഗും ആണ്
നോൺ റിപ്പീറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞത് എന്താണ് ഒരു റാഷണൽ നമ്പർ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കണ്ടീഷൻ. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ്, എന്താണ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല. അതുപോലെ അതെന്താണ് റിപ്പീറ്റിംഗ് ആണ് അല്ലെ. ഏതോ ഒരു പാറ്റേൺ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. സോ അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? ആ നമ്പറിനെ റാഷണൽ നമ്പർ എന്ന് പറയാം. എന്താണ് റാഷണൽ നമ്പർ എന്ന് പറയാൻ പറ്റാത്ത ഒരേ കണ്ടീഷൻ ഞാൻ പറഞ്ഞു. വേറെ കണ്ടീഷൻ എന്താണ്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് അല്ലെ. എന്താണ് ഒരു ടെർമിനേഷനും ഇല്ല, അതുപോലെ എന്താണ് റിപ്പീറ്റ് ചെയ്യുകയും ഒരു പ്രത്യേക പാറ്റേൺ എന്ത് ചെയ്യുന്നില്ല? റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് ആണ്. എന്താണ് ടെർമിനേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ റിപ്പീറ്റിംഗ് ആണ് അല്ലെ. ഒരു പ്രത്യേക പാറ്റേൺ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ സിസ്റ്റം എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യും. സോ നമ്മുടെ ഗിവൺ നമ്പർ റാഷണൽ ആണ്. സോ റാഷണൽ ആണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് P/Q ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റണം? റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ Q എന്തായിരിക്കും അല്ലെ? Qവിന്റെ സ്ട്രക്ചർ എന്തായിരിക്കും? സോ ഡിനോമിനേറ്റർ അല്ലെ, ഡിനോമിനേറ്റർ ഈസ് നോട്ട് ഓഫ് ദി ഫോം 2m into 5m. ഇവിടെ ഡിനോമിനേറ്റർ എന്ത് ഫോമിലായിരിക്കില്ല? 2m into 5m മോഡലില് ആയിരിക്കില്ല. സോ അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്? റിപ്പീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ 3 പറഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ്? പോയിന്റ് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യാണ്? നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ. ഫസ്റ്റ് പറഞ്ഞത് ടെർമിനേറ്റിംഗ് ആണ്. ഫസ്റ്റ് പറഞ്ഞത് ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ഡെസിമൽ എക്സ്പാൻഷൻ. അത് റാഷണൽ നമ്പർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ ഫോം എന്തായിരിക്കും? 2m into 5m സ്ട്രക്ചറിലായിരിക്കും. രണ്ടാമത് പറഞ്ഞത് നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ് അല്ലെ. ഒരിടത്തും ടെർമിനേറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രത്യേക പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനത്തെ നമ്പർ അത് റാഷണൽ നമ്പർ അല്ല. ഓക്കെ, അത് റാഷണൽ നമ്പർ ആയിരിക്കാം. അടുത്ത മൂന്നാമത് പറഞ്ഞ പോയിന്റ് ഒരു പ്രത്യേക പാറ്റേൺ എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷെ നോൺ ടെർമിനേറ്റിംഗ് ആണ് അല്ലെ. നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് റിപ്പീറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് റാഷണൽ നമ്പർ ആണ്. അതിന്റെ ഡിനോമിനേറ്റർ എന്ത് മോഡലിലായിരിക്കും? 2m into 5m മോഡലില് ആയിരിക്കില്ല.